Hi everyone, welcome to Krish Talks. സെക്കൻഡ് സെമസ്റ്റർ ഫ്രിഞ്ചസ് അങ്ങനെ എക്സാം ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് തരാം എന്നുള്ളത്. കാരണം എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ചാപ്റ്റേഴ്സും 2 മാർക്ക് ഷോർട്ട് എസ്സേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ ചെയ്തതാണ്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ചും കൂടി റാൻഡം ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോണമസുകാർക്ക് വന്നതിൻ്റെ ബേസിലും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു റാൻഡം ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഒരു വേർഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഞാൻ ഒന്നും കൂടി ഒന്ന് നിങ്ങൾക്ക് തറായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് സമാധാനം ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഫൈനൽ റിവിഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരിക്കാം ചിലവർക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഒന്ന് എഴുതി വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ഞാൻ പാഠഭാഗത്തിന്റെ പേര് പറയും ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും. അപ്പോൾ ആ പാഠഭാഗത്തിന്റെ പേര് എഴുതി വെച്ചിട്ട് നമ്മുടെ ആ വീഡിയോ പോയി കണ്ടാൽ മതി. ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിന്റെ വീഡിയോ പോയി കണ്ടിട്ട് ആൻസർ പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു ആൻസർ കാണിക്കുന്നില്ല, കാരണം എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയാം, പക്ഷെ എങ്ങനെയാണ് എഴുതണ്ടേ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊരു ഫൈനൽ റിവിഷൻ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാൻ. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം, ചോദിച്ചില്ലെങ്കിൽ എന്നെ തല്ലാൻ വരരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് 2 മാർക്കിനൊക്കെ ചോദിക്കാനായിട്ട് സാധ്യത ഉള്ള, അല്ലെങ്കിൽ മുന്നുള്ളവർക്ക് ചോദിച്ചിട്ടുള്ള, ടോഡോസിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹൗ ഗൺ പൗഡർ ഇൻവെന്റഡ് എന്നുള്ളത്. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള നോളജസ് പവർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പം ഈ ഒരു 2 മാർക്ക് ക്വസ്റ്റിന് അധികം ഒന്നും എഴുതാനില്ല, ഒരു 2 വരെയൊക്കെ എഴുതാനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ റൈറ്ററിന്റെ പേരൊന്നും ആദ്യം എഴുതിക്കോ. അതായത് നോളജസ് പവർ ഇസ് റിട്ടൺ ബൈ യുവൽ നോവ ഹരാരി എന്നുള്ള രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിട്ട് ആൻസറിലേക്ക് വരിക. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഗൺ പൗഡർ ചൈന ആക്സിഡന്റലി കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, വേണമെന്ന് വിചാരിച്ച് കണ്ടുപിടിക്കുന്നതെന്നല്ല, ചൈന ആക്സിഡന്റലി കണ്ടുപിടിച്ച് പോയതാണ്. അവർ ആക്ച്വലി കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചത് എലിക്സർ ഓഫ് ലൈഫ് ആണ്. എലിക്സർ ഓഫ് ലൈഫ്, അതായത് നമ്മളിപ്പോൾ അമൃത് എന്നൊക്കെ പറയില്ലേ, അതേപോലെ അത് കണ്ടുപിടിക്കാനുള്ള, അമൃത് പോലെയുള്ള ഒരു സാധനം, അത് എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ചൈന ഈ ഒരു ഗൺ പൗഡർ കണ്ടുപിടിച്ച് പോയത്. ആക്സിഡന്റലി സംഭവിച്ചതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലൈൻ ഐ ഹിയർ യുവർ ബെഡ്ലം ഡെമോക്രസി. നമ്മുടെ ഡെമോക്രസിന്റെ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, ഹൗ മെനി മോർ ഡെമോക്രസി എന്നുള്ള ചാപ്റ്റർ. അപ്പൊ അതില് ഐ ഹിയർ യുവർ ബെഡ്ലം ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെഡ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അട്ടർ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തെയാണ് പറയുന്നത്. അപ്പൊ ഇതില് അട്ടർ കൺഫ്യൂഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ് കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ കീവേഡ്സിൻ്റെ ആയിരിക്കും. ഇവിടെ ചൈന, എലിക്സ് ഓഫ് ലൈഫ്, ഇവിടെ അട്ടർ കൺഫ്യൂഷൻ കണ്ടു. അപ്പൊ അങ്ങനെ ഓരോ ആൻസേഴ്സിലും ഇപ്പൊ എല്ലാ കുട്ടികളും ചോദിക്കുന്നത് ആൻസർ ഞങ്ങളുടേതായിട്ടുള്ള രീതിക്ക് എഴുതിക്കോട്ടെ ആൻസേഴ്സ് എന്നുള്ള രീതിക്ക്. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ, പക്ഷേ കീ ടേംസ് വിട്ടു പോവാതെ വേണം സെന്റൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ദെൻ മൂന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ റിയൽ വാല്യൂ ഓഫ് ദ ഫോറസ്റ്റ് അക്കോർഡിംഗ് ടു ദ വിമൻ ഇൻ ഗർവാൾ ഹിമാലയ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത്, ഗർവാൾ ഹിമാലയയിലെ സ്ത്രീകൾക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ സോയിൽ, വാട്ടർ, പ്യുവർ എയർ ഇതിനെല്ലാം വഹിക്കുന്ന ഒന്നാണ്. ഫോറസ്റ്റ് എന്ന് പറയുന്ന അവർക്ക് എന്താണ്? ബെയർ എന്ന് പറഞ്ഞാൽ വഹിക്കുക, ബെയർ, സോയിൽ, വാട്ടർ ആൻഡ് പ്യുവർ എയർ, ഈ എല്ലാ സാധനങ്ങളെയും വഹിക്കുന്ന ഒന്നായിട്ടാണ് അവർ ഫോറസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ അടുത്തത്, ടോൺ ഓഫ് ദ പോയം ഫയർ. ഫയർ എന്ന് പറയുന്നതിലെ പോയത്തിന്റെ ടോണാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫയറിന്റെ തീമായിട്ട് ചോദിക്കാം, ടോൺ ആയിട്ട് ചോദിക്കാം, അത് ഷോർട്ട് എസ്സേക്കും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫയർ എന്ന് പറയുന്നത് ഒരു വിമൻ എംപവർമെന്റിന്റെ ഒരു പോയമാണ്. എല്ലാ സ്ത്രീകളുടെ ഉള്ളിൽ ഒരു മോൺസ്റ്റർ അല്ലെങ്കിൽ ഒരു വൂൾഫ് ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം ആ ഒരു ടേംസ് ആണ് നിങ്ങൾ ഇവിടെ കീവേഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ആ 3 ആൾക്കാരുടെ പേര് മീൻസ് നമ്മുടെ വൂൾഫ് എല്ലാ സ്ത്രീകളുടെ ഉള്ളിലുണ്ട്, പിന്നെ ഡ്രാഗൺ ഉണ്ട് എന്ന് പറയുന്നു, ഡ്രാഗൺ, പിന്നെ അതേപോലെ തന്നെ മോൺസ്റ്റർ. ഇതാണ് എല്ലാ സ്ത്രീകളുടെ ഉള്ളിലുള്ള കാര്യം. ഇപ്പം ഈ ഫയർ എന്ന് പറഞ്ഞ പാഠഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചാലും ഇതും, പിന്നെ അതേപോലെ തന്നെ വിമൻ എംപവർമെന്റിന്റെ കാര്യമാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ, വിമൻ എംപവർമെന്റ്. ഇനി അടുത്തത്, വൈ വാസ് മീരാബായ് പോയ്സൺ ട്വൈസ്. അപ്പൊ നമ്മുടെ ലവ് ലൈൻസ് ഇൻ ദ ടൈം ഓഫ് ചതുർവർണ്ണ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അതിലെ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട് മീരാബായിയുടെ. മീരാബായ് എന്ന് പറയുന്നത്
ഒരു രാജ്പുത് റോയൽ ഫാമിലി കുട്കിയിലെ രാജസ്ഥാനിലെ ജനിച്ച ഒരാളാണ് മീരാബായി. ഒരു ഹയർ കാസ്റ്റിലുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പൊ 2 വട്ടം ഇവരെ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ എന്താ പറയുക ലോസ് ആണ്, അതായത് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ അച്ഛനും അമ്മയാണ് ഇവരെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരൊരു ദളിത്സിന്റെ കൂടെ എന്താ പറയുക ഭജനയ്ക്ക് പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ. ലോവർ ക്ലാസ് പീപ്പിളിന്റെ കൂടെ ഭജനയ്ക്ക് പോയി എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒരു ദളിതിലെ ഒരു സെയിന്റ് രവിദാസ് എന്ന പേരുള്ള ഒരു സെയിന്റ്, ഒരു ഗുരു, സന്യാസി. അപ്പൊ ദളിതായിട്ടുള്ള ആ ഒരു സന്യാസിയുടെ കൂടെ ഭജനയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ പോയി അദ്ദേഹത്തെ ഒരു ഗുരുവായിട്ട് കൺസിഡർ ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ. ഓക്കെ, അപ്പൊ ആ 2 കാര്യവും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം പറയുന്നത്, ഒന്നാമത്തെ റീസൺ എന്താ പറയുന്നത്, ദളിത്സിന്റെ കൂടെ ഭജനയ്ക്ക് പോയതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ഒരു ഗുരുവിന്റെ പേര് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ദളിത് സെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി എന്നാണ്. ദളിത് സെയിന്റ് ആയിട്ടുള്ള രവിദാസ്. അപ്പൊ ആളുടെ പേര് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദളിത് സെയിന്റ് ആയിട്ടുള്ള രവിദാസിനെ ഗുരുവായിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ ഈ 2 കാര്യവും ദളിത്സിനെയാണ് സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ ഈ 2 കാര്യത്തിന്റെ ബേസിലാണ് നമ്മുടെ മീരാബായിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ 2 തവണയും പരാജയപ്പെട്ടു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ദെൻ ഹൗ വാസ് ഗൺ പൗഡർ ഇൻവെന്റഡ്, അത് 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ആ ഒരു ചോദ്യം. നമ്മൾ ഒന്നാമത്തേൽ പറഞ്ഞതായിരുന്നു അത് ഓൾറെഡി. 7ാമത്തെ ചോദ്യമാണ്, വൈ ഡിഡ് ആയ ആസ്ക് പ്രീതി ടു ചേഞ്ച് ഹെർ നെയിം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ആയ, പ്രീതി ഇതൊക്കെ ആരാണാവോ എന്ന് വിചാരിക്കും നിങ്ങൾ. ലിവിങ് സ്മൈൽ വിദ്യ എഴുതിയിട്ടുള്ള ആക്സെപ്റ്റ് മീ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പം ഈ വിദ്യയുടെ ഏറ്റവും ആദ്യത്തെ പേരെന്തായിരുന്നു? ശരവണ എന്ന ആയിരുന്നു അച്ഛനമ്മ ഇട്ട പേര് അല്ലെ. തമിഴ് സ്വദേശിയാണ്. അപ്പൊ ശരവണ എന്നുള്ള ഒരു പേരായിരുന്നു ബോയ് ആയിരുന്ന സമയത്ത്. അതിനുശേഷം ഒരു സ്ത്രീ ഇങ്ങനെ ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറുന്ന സമയത്ത് ഒരു പുതിയൊരു പേര് സ്വീകരിക്കണമല്ലോ, ഒരു ഗേളിന്റെ പേര് സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ വിദ്യക്ക് ഇഷ്ടം പ്രീതി എന്ന് പറയുന്ന പേരായിരുന്നു. അങ്ങനെ അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയുള്ള ആയമാരൊക്കെ, അതായത് എൽഡർ ട്രാൻസ്ജെൻഡേഴ്സ് പറയുന്നത്, തിരുനങ്ങായിസ് പറയുന്നത്, ആ ഒരു പ്രീതി എന്ന് പറഞ്ഞ പേരുള്ള ഒരു കുട്ടി ആദ്യം ഉണ്ടായിരുന്നു, ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പ്രീതി എന്ന് പറയുന്ന പേര് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സത്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ട്, സത്യ. ഈ സത്യയാണ് വിദ്യ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 2 പേരുടെ പേര് തമ്മിൽ മാച്ച് ഇല്ലേ? സത്യ വിദ്യ മാച്ച് ഉണ്ട്. തിരുനങ്ങായിസ് വേൾഡിൽ നമ്മുടെ വിദ്യയുടെ സിസ്റ്റർ ആയിട്ട് വരും സത്യ. ഈ സത്യയുടെ കൂടെയാണ് ഷോപ്പിന് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷോപ്പുകളിലും പോയിട്ട് പൈസ ഇങ്ങനെ വാങ്ങുന്നതിനെയാണ് ഷോപ്പ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്തത് ഹു ഈസ് മായ എന്നുള്ളതാണ്. മായ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ മാലിനി ചിബിന്റെ പാഠഭാഗത്തിലാണ് കേട്ടോ. മാലിനി ചിബിന് വേണ്ടി അമ്മ കാലിക്കറ്റ് ഇരുന്ന് കൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു 45 വയസ്സ് പ്രായമുള്ള ഒരു ഹെൽപ്പർ ആയിട്ടാണ് നമ്മുടെ മായനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു 45 വയസ്സ് തോന്നും. ഒരു ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ഒരു നേപ്പാളി സ്ത്രീയാണ് മായ. ഇനി അടുത്തൊരു ചോദ്യമാണ്, ആ പാഠഭാഗത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ചോദ്യം, വാട്ട് ഇസ് എ സ്റ്റീരിയോടിപ്പിക്കൽ കോൺസെപ്റ്റ് ഇസ് ഹെൽഡ് ബൈ ദ സൊസൈറ്റി അബൌട്ട് ഡിസേബിൾഡ് പീപ്പിൾ. ഡിസേബിൾഡ് പീപ്പിളിനെ കുറിച്ച് സമൂഹത്തിൽ നിൽക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം, ഒരു ചിന്താഗത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഈ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. ഒരാൾ അവർക്ക് എപ്പോഴും ആവശ്യമാണെന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ട്. പക്ഷേ നമ്മൾ നോർമൽ പീപ്പിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും നമ്മൾ ഡിപ്പെൻഡൻ്റ് അല്ലേ. നമ്മൾ വീട്ടിലൊരു പെയിൻറ്ററിനെ വെക്കുന്നുണ്ട്, പെയിൻറ്റിങ് ആവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ വെക്കുന്നുണ്ട്, ഒരു കാർപ്പൻ്ററിനെ വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മളും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസബിലിറ്റി ഉള്ള ഒരാള് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൽ വ്യത്യാസം കാണേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള മാലിനി ചിബ് പറയുന്നത്. പിന്നെ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു ചോദ്യമാണ് അഡാപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അഡാപ്റ്റും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അഡാപ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല. അപ്പം അഡാപ്റ്റ് എന്നുള്ളൊരു ചോദ്യം കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അഡാപ്റ്റ് നമ്മുടെ മാലിനി ചിബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റീക്രിയേഷണൽ ക്ലബ്ബാണ്. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. എന്താണ്? ഏബിൾ ഡിസേബിൾഡ് ഓൾ പീപ്പിൾ ടുഗെദർ. ഏബിൾ ഡിസേബിൾഡ് ഓൾ പീപ്പിൾ ടുഗെദർ എന്നുള്ളതാണ് അഡാപ്റ്റ് എന്ന് പറയുന്ന ക്ലബിൻ്റെ അർത്ഥം. പിന്നെ സുബിൻ എന്നുള്ള ഒരു ഫ്രണ്ട് അതിൽ വരുന്നുണ്ട് മാലിനി ചിബിന്. അപ്പം അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കെ. എങ്ങാനും അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കുക. ദെൻ അടുത്ത ഒരു ചോദ്യമാണ്, വാട്ട് ആർ കീമോ നീസ് ആൻഡ് ഹെറി കാരി. ഇത് രണ്ടും ഞാൻ പ്രൊനൗൺസ് ചെയ്തത് തെറ്റായിട്ടാണ്. കീമോ നീസ് എന്നല്ലാതെ പറയാ, കീമോ നോ എന്നാണ്. കീമോ നോ എന്ന് പറയുന്നത് ജാപ്പനീസിന്റെ ഒരു ഡ്രസ്സാണ്. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിന്റെ പേരാണ് കീമോ നീ എന്നുള്ളത്. അത് കീമോ നോ, അത് പലരും പ്രൊനൗൺസ് ചെയ്യുന്നത് കീമോ നീസ് എന്നാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ആക്ച്വൽ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് കീമോ
നോ എന്നാണ് മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഹെയറി കെയറി എന്നാണ് നമ്മൾ വായിക്കുക, പക്ഷെ ഹരാകരി എന്നാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഹരാകരി എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഒരു റിച്വലാണ്, ഒരു എന്താ പറയുക, അവരുടെ ശരീരത്തിൽ തന്നെ മുറിവേൽപ്പിച്ച് മരണപ്പെടുന്ന ഒരു രീതി, ഒരു റിച്വലാണ്. ദെൻ കീമോനോ എന്ന് പറയുന്നത് ഒരു ഡ്രസ്സാണ്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ വാട്ട് ഈസ് പേജ് 3 എന്ന് ചോദിച്ചിട്ടുണ്ട്. പേജ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലിഹാന്റെ ചാപ്റ്ററിൽ ഒരു ചോദ്യമാണ്. പേജ് 3 എന്ന് പറയുന്നത് സെലിബ്രിറ്റീസിനെ കുറിച്ചും, ന്യൂസ് പേപ്പറിൽ സെലിബ്രിറ്റീസിനെ കുറിച്ചും കുറച്ച് ഹയർ ലെവലിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചും ന്യൂസ് കൊടുക്കുന്ന പേജാണ് പേജ് 3. അപ്പൊ അതിലൊരിക്കലും സാലിഹാനെ കുറിച്ച് വരില്ല എന്നാണ് നമ്മുടെ റൈറ്റർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ അടുത്ത ചോദ്യം, വൈ ഡസ് ഷീ സേ മൈ വിഷൻ ഈസ് ഒബ്ലിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഏതാ ചാപ്റ്റർ എന്ന് അനലൈസ് ചെയ്യണം ഫസ്റ്റ് തന്നെ. ഓക്കെ, അതായത് ഇത് നമ്മുടെ പാഠഭാഗം വരുന്നത് ബോഡി പൊളിറ്റിക് ആണ്. ബോഡി പൊളിറ്റിക്കിലെ നമ്മുടെ റൈറ്റർ ഒരു ഹിരോമി ഗോട്ടോ എന്ന് പറയുന്ന റൈറ്റർ ഒരു ജാപ്പനീസ് കനേഡിയൻ റൈറ്റർ ആണ്. അപ്പൊ ജപ്പാനിൽ നിന്ന് കാനഡയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാനഡയിൽ എത്തിയപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ ജപ്പാനിലെ പോലെ ഡ്രസ്സ് ചെയ്യൂ, അതാണ് നമ്മുടെ കീമോനോ. ദെൻ ഹരാക്കിരി, അവർ ഹരാക്കിരിനെ കുറിച്ചും ഹൈക്കുവിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഹൈക്കു എന്നുള്ളത് 2 മാർക്കിനൊന്ന് പഠിച്ചു വെച്ചോളൂ. ഒരു ജാപ്പനീസ് പോയറ്റിക് ഫോം ആണ് ഹൈക്കു. 3 വരികളാണ് ഉള്ളത്, 17 സിലബിൾ ആണ്. അപ്പൊ നമ്മുടെ ഹിരോമി ഗോട്ടോ കവിതയൊക്കെ എഴുതും എന്ന് പറയുമ്പം എന്നാ ഒരു ഹൈക്കു എഴുതൂ, ഹൈക്കു പാടു കേൾക്കട്ടെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ജാപ്പനീസിന്റെ അവിടുത്തെ കാര്യങ്ങളാണ് കേട്ടോ. കീമോനോ, ഹരാക്കിരി, ഹൈക്കു ഒക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വയ്ക്കുക നിങ്ങൾ. ഏതെങ്കിലും ഒക്കെ 2 മാർക്കിന് ചോദിക്കും. ദെൻ മൈ വിഷൻ ഇസ് ഒബ്ലിക് എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജപ്പാൻകാരുടെ കണ്ണുകളുടെ ഒരു പ്രത്യേകതയാണ്. അവരുടെ സ്ലാൻഡ് ആയിട്ടുള്ള കണ്ണുകളാണ് അല്ലെ, കുറച്ചിങ്ങനെ സ്ലാൻഡ് ആയിട്ടിരിക്കുന്ന കണ്ണുകളാണ് അവരുടെ കണ്ണുകൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് കാഴ്ചകൾ കാണാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് അവരുടെ കണ്ണിരിക്കുന്നത്. എൻ്റെ പറയുന്നത് നിങ്ങൾ നോക്കരുത്. അപ്പോൾ ഈ ഇതുപോലുള്ള കണ്ണുകളിലൂടെ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെ കാണാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിലൊരു കളേർഡ് പേഴ്സൺ ആരാന്നുള്ള ഒരു ചോദ്യമൊക്കെ വരാം. കളേർഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഡിഫറെൻറ്റ് റേസിലുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച ആളുകളെയാണ് കളേർഡ് പേഴ്സൺ എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ചതുർവർണ്ണ. ചതുർവർണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ലൈൻസ് ഇൻ ദ ടൈംസ് ഓഫ് ചതുർവർണ്ണ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അതിൽ ചതുർ എന്ന് വെച്ചാൽ 4, വർണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാസ്റ്റുകൾ. അപ്പം 4 കാസ്റ്റുകൾ ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ 4 വർണ്ണാസ് ആയിട്ട് വരുന്നത് ബ്രാഹ്മൺസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇവർ 4 പേരാണ് 4 വർണ്ണയായിട്ട് പറയുന്നത്. ദെൻ അടുത്തത് എന്താണ് റീത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. റീത്ത്, പരിവാർ, ഷോപ്പ് ഒക്കെ നമ്മുടെ ലിവിങ് സ്മൈൽ വിദ്യയുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആക്സെപ്റ്റ് മീ അത് ഇവരുടെ തിരുനങ്ങായിസ് കമ്മ്യൂണിറ്റിയിലെ ഒരു റിച്വലാണ്, ഒരു എന്താ പറയുക ആചാര രീതി എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ റീത്ത് എന്ന് പറയുന്നത്. അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എൻറോൾ ചെയ്യുക, അതായത് നമ്മൾ അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിനെയാണ് ഒരു റിച്വലാണ്. അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എൻറോൾ എന്ന് വെച്ചാൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റീത്ത് എന്ന് പറയുക. അതേ പാഠഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് പരിവാർ. പരിവാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ചെന്നൈയിൽ 7 പരിവാറൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൽ നമ്മുടെ ആരാണ് വിദ്യ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പരിവാറിൻ്റെ പേരൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാനൊന്ന് എഴുതി തരാം ഇവിടെ. ബേന്തി പരിവാർ എന്ന് പറയുന്ന പരിവാറിലാണ് നമ്മുടെ വിദ്യ ഉൾപ്പെട്ടിട്ടുള്ളത്. ബേന്തി പരിവാർ. ഓക്കെ, പരിവാറിൽ നിന്ന് വേറെ പരിവാറിക്ക് ചേഞ്ച് ആവണമെങ്കിൽ ചേഞ്ച് ആവാം. അപ്പോൾ ഒരു ഫൈൻ കൊടുക്കേണ്ടി വരും ആ ഒരു പരിവാറിലുള്ളവർക്ക്, എന്നിട്ട് വേണം വേറെ പരിവാറിക്ക് ചേഞ്ച് ആവാൻ. ഏതെങ്കിലും ഒരു പരിവാറിൽ അംഗമായിരിക്കണം എന്നുള്ളത് തിരുനങ്ങായിസിൻ്റെ ഇടയിൽ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ദെൻ എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ആൻസർ ഒന്ന് എഴുതിയിട്ടുണ്ട്, കാരണം ഇത് ഇത്രയും നല്ല രീതിക്ക് നമ്മുടെ ആൻസറിലൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഞാൻ OR എന്നാണ് കൊടുത്തേക്കണേ, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. Objective resolution was a resolution presented to the members of the Constituent Assembly before the members could begin the work on the Constitution. അതായത് നമ്മുടെ ഭരണഘടനയുടെ പണികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതിന്റെ എന്താണ് ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഭരണഘടന എങ്ങനെ ഭരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരണം, അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒന്നിനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പൊ അത് തയ്യാറാക്കുന്നതിന് മുന്നേ
നെഹ്റു ഉണ്ടാക്കിയ ഒന്നാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് മുൻപിൽ, ജനങ്ങളെല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മെമ്പേഴ്സിന് മുന്നിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിത് ആക്സെപ്റ്റ് ചെയ്താൽ ഭരണഘടന ഉണ്ടാക്കാനുള്ള പണികളൊക്കെ തുടങ്ങായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തയ്യാറാക്കുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്തത്. ദെൻ ഇത് പ്രസന്റ് ചെയ്യുന്നത് നെഹ്റു ആണ് ഓൺ 13th November 1946. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. ഫെമിനിസ്റ്റ് ടൂൾസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് വന്നിരിക്കുന്നത് നമ്മുടെ ചിമ്മമാൻഡ അങ്കോസി അടിച്ചതിന്റെ ചാപ്റ്ററിൽ നിന്നാണ്, ഡിയർ ഇജാവലെ. അപ്പൊ അതിൽ 2 ഫെമിനിസ്റ്റ് ടൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഐ മാറ്റർ ഈക്വലി എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ടൂൾ കേട്ടോ. ഐ മാറ്റർ ഈക്വലി എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ടൂള്. രണ്ടാമത്തെ ടൂളായിട്ട് പറയുന്നത് എക്സിന്റെ ആണ് കേട്ടോ. നമ്മൾ എക്സിന്റെ വാല്യൂ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരേ അർത്ഥം തന്നെയല്ലേ കിട്ടുക, സെയിം റിസൾട്ട് തന്നെയില്ല. അപ്പൊ ആ ഒരു രീതിക്കാണ് രണ്ടാമത്തെ ടൂള് വന്നിരിക്കുന്നത്. അപ്പൊ ഈ 2 ടൂൾസ് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ അതിൽ ആരാണ് ചിസാല മഡോര? ഇജാവലയുടെ മകളാണ് ചിസാല മഡോര. ഈ കുട്ടീനെയാണ് ഫെമിനിസ്റ്റ് ആയിട്ട് വളർത്താനുള്ള വഴികളൊക്കെ ചോദിക്കുന്നത്, 15 സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ദെൻ ആരാണ് ചുഡി എന്ന് പറയുന്നത്? നമ്മുടെ ഇജാവലയുടെ ഭർത്താവാണ്, ചിസാലത്തിന്റെ അച്ഛനാണ് കേട്ടോ ചുഡി. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആ ചാപ്റ്ററിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഐ ക്യാൻ നെവർ അൺസിപ്പ് സ്കിൻ ഓർ അൺസ്റ്റെപ്പ് ഇൻ ടു അനദർ എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ബോഡി പൊളിറ്റിക് എന്ന് പറയുന്ന പാഠഭാഗത്തിലാണ്. എനിക്ക് ഒരിക്കലും എൻ്റെ സ്കിൻ അൺസിപ്പ് ചെയ്ത് കളയാനോ പുതിയതായിട്ടൊന്നും ധരിക്കാനോ പറ്റില്ല. എൻ്റെ സ്കിൻ എങ്ങനെയാണോ അതെന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. നമ്മുടെ പോയിട്ട് പറയുന്ന കാര്യമാണ്. ദെൻ അടുത്തത് 19ാമത്തെ ചോദ്യം, ജർമ്മൻ സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ് തോട്ട് നോട്ട് ഓൾ വാസ് ലോസ്റ്റ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഗിവ് 1 റീസൺ. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധ കാലത്തൊക്കെ ജർമ്മൻ പട്ടാളക്കാരും അവിടുത്തെ നാട്ടുകാരൊക്കെ വിചാരിച്ചിരുന്നത് അവർ തോൽക്കുകയില്ല എന്നാണ്. അപ്പോൾ അതിനുള്ള ഒരു റീസൺ ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ജർമ്മൻ പട്ടാളക്കാരും നാട്ടുകാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ചിന്തിച്ചിരുന്നത് അവർ തോൽക്കില്ല എന്നുള്ള കാര്യം തന്നെ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് V2 റോക്കറ്റുകളും ജെറ്റ് വിമാനങ്ങളും അവരെ രക്ഷിക്കും എന്നുള്ളൊരു കാര്യമാണ് അവർ വിചാരിച്ചിരുന്നത്. ഓക്കെ, അപ്പം V2 റോക്കറ്റ്, ദെൻ ജെറ്റ് പവേർഡ് എയർക്രാഫ്റ്റിന്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഇത്രയും വെപ്പൺസ് ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരൊരിക്കലും തോക്കില്ല എന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്തത് വാട്ട് ഈസ് ആക്ച്വലി ലവ് ലൈൻ മീൻസ്. ലവ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാസ്റ്റുകൾ തമ്മിലുള്ള ഒരു ലൈൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ ചതുർവർണ്ണയിൽ നമ്മൾ 4 വർണ്ണാസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവരുടെ വർണ്ണയിലുള്ളവരെ മാത്രമേ, അവരുടെ കാസ്റ്റിലുള്ളവരെ മാത്രമേ അവർ കല്യാണം കഴിക്കുന്നുള്ളൂ, ഈവൻ പ്രണയിക്കുന്നുള്ളൂ. അപ്പൊ ഒരു ലിമിറ്റ് വെക്കുന്നുണ്ട്. മറ്റൊരു കാസ്റ്റിലേക്ക് ലവ് പോലും പോവാൻ പറ്റാത്ത രീതിക്ക് ഒരു ലിമിറ്റ് വെക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ദെൻ അടുത്തത് 21ാമത്തെ ചോദ്യം, സ്പെഷ്യാലിറ്റി ഓഫ് ബെർക്ക്ലി ആണ്. അപ്പൊ ബെർക്ക്ലിയുടെ നമ്മുടെ മാലിനി ചിബിന്റെ പാഠഭാഗമാണ്. ബെർക്ക്ലിയിൽ ഇലക്ട്രിക് വീൽ ചെയർസ് ഒത്തിരി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മാലിനി ചിബ് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയിൽ എന്താ പറയാ, നമ്മൾ യാത്രകളൊക്കെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഡിഫിക്കൽട്ടീസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ട്രാഫിക്കിലായാലും മാൾസിൽ പോകുമ്പോഴായാലും പാർക്കിൽ പോകുമ്പോഴായാലും ഒക്കെ. പക്ഷേ ഈ ബെർക്ക്ലി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മുടെ മാലിനി ചിബ് കാണാൻ കഴിഞ്ഞ കാഴ്ച, ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ഒരു ഇലക്ട്രിക് വീൽ ചെയർസ് കാണാൻ സാധിച്ചു. പാർക്കിലും ഒരു ഹില്ലിന്റെ മുകളിലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ വരെ തന്നെ ഇലക്ട്രിക് വീൽ ചെയർസ് ആണ്. അപ്പൊ ഇവിടേക്കും ഒരു ആക്സസിബിലിറ്റി ആണ് ഇവരുടെ ഒരു ബെർക്ക്ലി എന്ന് പറയുന്ന പ്ലേസിലെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത്രയും ഇലക്ട്രിക് വീൽ ചെയർസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പാഠഭാഗത്ത് നിന്ന് മേ ബി ഇലക്ട്രിക് വീൽ ചെയർസിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ചോദിച്ചു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇലക്ട്രിക് വീൽ ചെയർസ് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ടല്ലേ, നമ്മൾ അതിനെ ചാർജ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഡിസബിലിറ്റി ഉള്ളവർക്ക്, ഇപ്പൊ കൈ കാലൊക്കെ മൂവ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ, കാല് ഷോൾഡർ തണ്ടിലൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയർസ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ രീതിയിൽ അങ്ങനെ തട്ടിവിട്ടോളൂ. ഓക്കെ, ദെൻ അടുത്തത് വൈ ഡസ് ദി ഓതർ റെക്കമെൻഡഡ് നോട്ട് ടു സേ ചുഡി ഈസ് ബേബി സിറ്റിംഗ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മുടെ കീവേഡ് ചുഡിയാണ്. ചുഡി എന്ന് പറയുന്നത് ഡിയർ ഇജാവലെ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഇജാവലയുടെ ഹസ്ബൻഡ് ചിസാല മഡോരന്റെ അച്ഛൻ ഇജാവലയുടെ ഭർത്താവ്, അതാണ് ചുഡി എന്ന് പറയുന്നത്. അപ്പൊ ചുഡീനെ ഒരിക്കലും ബേബി സിറ്റിംഗ് എന്ന് പറയരുത്. കാരണം കുട്ടീനെ നോക്കാൻ ഇരിക്കുന്ന ഒരാള് എന്നുള്ള രീതിക്ക് പറയരുത്. കാരണം ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത്. ഒരു അമ്മ എങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കുന്നോ അതേ സെയിം റെസ്പോൺസിബിലിറ്റി അച്ഛൻ നോക്കുന്നതിലുണ്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ബേബി സിറ്റർ ആണ് എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ദെൻ അടുത്തത് വാട്ട് ആർ ദ റൈറ്റ്സ് ഗ്യാരണ്ടി ടു ഓൾ സിറ്റിസൺസ് ഓഫ് ദ ഇന്ത്യ.
നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും കൊടുത്തിരിക്കുന്ന റൈറ്റ് എന്താണെന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നെഹ്റു പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇന്ത്യൻസിന്, നമ്മളെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള രീതിയിൽ വേർഷിപ്പ്, ആരാധന ഇല്ലേ, അതാണ് വേർഷിപ്പ്, നമ്മുടെ ബിലീഫ്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. അതിലൊന്നും ഒരാൾ ഇടപെടാൻ വരില്ല എന്ന് പറയുന്നതാണ്. ആ ഒരു റൈറ്റാണ് എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഹൗ ക്യാൻ നാനോ ടെക്നോളജി ഫൈൻഡ് എ സൊല്യൂഷൻ ടു ടെററിസം എന്നുള്ളതാണ്. അതായത് ഭീകരവാദത്തിനെതിരായിട്ട് എന്ത് പ്രശ്നപരിഹാരമാണ് നാനോ ടെക്നോളജി കാണാൻ പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പാഠഭാഗത്തിൽ സ്പൈ ഫ്ലൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. സ്പൈ ഫ്ലൈസ്. അപ്പോൾ ഈ സ്പൈ ഫ്ലൈസിനെ ഈ എന്താ പറയുക, അഫ്ഗാനിസ്ഥാൻ, യമൻ, നോർത്ത് ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ചാര ഈച്ചകളെ, സ്പൈ ഫ്ലൈസിനെ അയച്ചിട്ട് അവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി FMRI എന്ന് പറയുന്ന സ്കാനറുകളൊക്കെ എയർപോർട്ടിൽ സ്ഥാപിച്ച് അതിലൂടെ ആൾക്കാരുടെ തലച്ചോറിലുണ്ടാകുന്ന ചിന്തകളെ വരെ മനസ്സിലാക്കാനുള്ള സാധനങ്ങൾ നാനോ ടെക്നോളജി ഉപയോഗിച്ച് കണ്ടുപിടിക്കുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുവഴി നമുക്ക് ടെററിസത്തെ സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പം നമ്മൾ അത് നോളജ് ഇസ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്രയും 2 മാർക്ക് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് ഓവറോൾ ഒരു റിവിഷൻ കൂടി കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഏതൊക്കെ ടേംസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൂടി. അപ്പോൾ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജിൽ സാലിഹാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം ഡീറ്റെയിൽ ആയിട്ട്. പേജ് 3യുടെ കാര്യമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഹൗ മെനി മോർ ഡെമോക്രസിയിൽ 1-2 ലൈൻസ്, ഈ ബാരൻ അങ്ങനെയുള്ള ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെമോക്രസിയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, തല കുനിച്ച് അല്ലെ, ബെൻഡഡ് നീസ് ആയിട്ട് ഹെഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ, അത് പഠിക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നെഹ്റു പറയുന്ന റെസൊല്യൂഷൻസ്, ഏത് വർഷം ഈ റെസൊല്യൂഷൻ കൊണ്ടുവന്നു, 1946 നമ്മൾ പറയുന്നുണ്ട്. ദെൻ അത് പാസ്സായി ആക്സെപ്റ്റ് ചെയ്തത് എന്നാണ്, ദെൻ അത് നിലവിൽ വന്നതെന്നാണ്. അപ്പോൾ നമ്മൾ അതിനെയാണ് എന്താ പറയുക, ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. നോളജ് ഇസ് പവറിൽ നിന്ന് ആക്ച്വലി ഒത്തിരി ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ഈ സ്പൈ ഫ്ലൈസിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ ഈ നാനോ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടും ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു പോയിക്കോളൂ. വൈറ്റ് ഹെറോണിൽ പിന്നെ എന്ത് വന്നാലും നിങ്ങൾക്ക് എഴുതാമെന്ന് തോന്നുന്നു. ആ $10 ഹണ്ടർ പ്രൊവൈഡ് ചെയ്യുന്ന പൈസ. സിൽവിയാണ് അതിൽ ക്യാരക്ടർ. പശുവിൻ്റെ പേര് മിസ്സസ് മൂളി എന്നാണ്. പിന്നെ എന്താ, മുത്തശ്ശിയുടെ പേര് മിസ്സസ് ടില്ലി എന്നാണ്. അപ്പം അങ്ങനെ ഒത്തിരി പേരുകൾ വരുന്നുണ്ട് അതിൽ. പിന്നെ വൈറ്റ് ഹെറോൺ എന്ന് പറയുന്ന ബേർഡിനെയാണ് കണ്ടുപിടിക്കുന്നത്. പൈൻ ട്രീയിൽ കയറിയിട്ടാണ് സിൽവിയ അത് കണ്ടുപിടിക്കുന്നത്, വൈറ്റ് ഹെറോണിൻ്റെ നെസ്റ്റ്. അപ്പം അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഫിഷിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ. ലാസ്റ്റ് ഹോപ്പിന്റെ പ്രതീകമായിട്ട് റെയിൻബോ അവിടെ വരുന്നത് ഒക്കെ നോക്കണം. പിന്നെ ഫോറസ്റ്റിൽ ചിപ്കോ മൂവ്മെന്റ് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഫയറിൽ ആ 3 കാര്യങ്ങൾ, മോൺസ്റ്റർ, വൂൾഫ്, ഡ്രാഗൺ, ഓരോ സ്ത്രീയുടെ ഉള്ളിലുണ്ട്. വിമൻ എംപവർമെന്റ് ആണ് തീം. ആക്സെപ്റ്റ് മീ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഡിയർ ഇജാവലെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ എൻട്രി വേഴ്സ് ടു അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന ചാപ്റ്റർ, മാലിനി ചിബിന്റെ ചാപ്റ്റർ, ഇലക്ട്രിക് വീൽ ചെയർസിന്റെ കാര്യം, സുബിൻ എന്ന് പറയുന്ന ഫ്രണ്ടിന്റെ കാര്യം, മായ എന്ന് പറയുന്ന ഒരു ഹെൽപ്പറിന്റെ കാര്യം, പിന്നെ ഈ യൂണിവേഴ്സിറ്റി സന്ദർശിക്കാൻ പോകുമ്പോൾ ബെർക്ക്ലിയിൽ കണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നോട്ട് ചെയ്യണം. ദെൻ ബോഡി പൊളിറ്റിക്കൽ റേസസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ജാപ്പനീസിന്റെ ഹൈക്കു, പിന്നെ കിമോനോ, ഹെറാക്കിരി, ഇതിനെക്കുറിച്ചൊക്കെ നോക്കണം. ലവ് ലൈൻസ് ഇൻ ദ ടൈം ഓഫ് ചതുർവർണ്ണ, എന്താണ് ചതുർവർണ്ണ, അതിൽ മീരാബായിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മധുരയിൽ നടന്നൊരു ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹർദോയിൽ നടന്നൊരു ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഷോർട്ടസേക്കും വരാൻ സാധ്യതയുള്ളതാ. പിന്നെ ഹിസ്റ്ററി ലെസണിൽ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്തൊക്കെയായിരുന്നു, പിന്നെ ഫാമേഴ്സ് സോ ചെയ്യുമ്പം തലയോട്ടികളും ബോൺസ് ഒക്കെ കിട്ടുന്നത് അത് എന്താണ് അർത്ഥമാക്കുന്നത്, അങ്ങനത്തെ രീതിക്കുള്ള ചോദ്യങ്ങളും വരാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ പാഠഭാഗങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇനി വെറൈറ്റി ആയിട്ട് യൂണിവേഴ്സിറ്റി ഉള്ളിൽ നിന്ന് ഡീപ്പായിട്ടൊക്കെ ചോദിക്കുമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലല്ല, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക.